അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി നമസ്കാരം. എൻ്റെ പേര് ബിനോയ്. ഞാൻ വരുന്നത് കുമരകത്ത്. എൻ്റെ ഭാര്യ ശ്രുതി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളമായി. ഞാനൊരു അന്ന് തൊട്ട് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുട്ടികളൊന്നും ആയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സങ്കടത്തിലൊക്കെ പോയായിരുന്നു. എല്ലാവരുടെയും പരിഹാസവും പ്രഹസനവും ഒക്കെ മടുത്തായിരുന്നു. ജീവിതം തന്നെ മടുത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എങ്ങും വരാൻ തന്നെ മടിക്കത്തില്ലായിരുന്നു. വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ മടിയാണ്. കാര്യം നമുക്ക് കുട്ടികളില്ല, അങ്ങനെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള അത് അനുഭവിക്കുന്നവർക്ക് അറിയാവുള്ളൂ. എല്ലാവർക്കും ഞാനത് പറയുന്നത് ഇറന്നുകൊണ്ടല്ല. ഈ അമ്മയുടെ നടയിൽ വന്നേ കിട്ടി. അതിന് മുമ്പ് എൻ്റെ ജീവിതവും അതിന് ശേഷമുള്ള ജീവിതം തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ ഇവിടെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കൃപാസനം എന്നൊരു പള്ളിയുണ്ട്. പണ്ടൊന്നും എനിക്ക് പള്ളിയിൽ പോകുന്നതിന് യാതൊരു വിശ്വാസമൊന്നുമില്ല. പള്ളിയിൽ പോകുന്നവരും എനിക്ക് അങ്ങനെ എൻ്റെ കുടുംബത്തിൽ പള്ളി പോലും എനിക്ക് അതിനോട് വിശ്വാസമോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അവരെല്ലാം പറഞ്ഞു നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് വൈഫിൻ്റെ വീട് ഇവിടെ അടുത്താണ്, വാറണ്ണത്താണ്, പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ അടുത്ത്. അങ്ങനെ അവിടെ വന്ന് അവരെല്ലാം പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഉച്ച കഴിഞ്ഞൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞവിടെ വന്ന്. അന്ന് ഇവിടെ ആരാധനയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളൊരു പ്രേക്ഷിത പ്രവർത്തകൻ എന്നോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അപ്പം നമ്മളതിങ്ങനെ ഓർത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്ക് വിശ്വാസമൊന്നും തോന്നിയില്ല. പേപ്പർ പക്ഷേ മേടിച്ച് കൈ പിടിച്ച് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം ഇവളെന്നെ ചോദിച്ചു ഇതുപോലെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം, അത് നമുക്കൊന്ന് വീട്ടിൽ വരെ പോയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല എന്നാൽ ശരി, അങ്ങനെയാണ് നിങ്ങളുടെ ഇതുപോലെ എനിക്ക് പറയാനേ പറ്റുള്ളൂ, ചെയ്യിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങളാ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകാനിറങ്ങി. ഒന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോകാനോട്ട് ഇറങ്ങിയ വഴിക്ക് ഇങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ചേച്ചി, ആ പുള്ളിക്കാരി അവിടെ എനിക്ക് വന്ന് അവർക്കൊക്കെ ചായയോ വേണ്ട കൊടുക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി പറഞ്ഞു മക്കളെ എന്നാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചത് എന്നറിയോ, ഞങ്ങൾക്ക് മക്കളില്ല. അപ്പം ഈ അമ്മ മാതാവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അതെന്തേലും പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞ് മക്കളെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ഇവിടുന്ന് ഒരു തൈലം കിട്ടും, അതുപോലെ തന്നെ കുറേ ഇതൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മോളുടെ അടിവയറ്റി പുരട്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ ഒക്കെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമെന്ന് തന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറയാം എന്നാൽ നമുക്കൊരു കൈ നോക്കാടി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് ഇവിടെ ഇതെല്ലാം എഴുതി കൊടുത്ത് പോയി. പിറ്റേ ചൊവ്വാഴ്ച ഉടമ്പടി ഇവിടെ ഇതുണ്ടായിരുന്നു, പ്രയർ ഉണ്ടായിരുന്നു. അതിന് വരാൻ വേണ്ടി ഞാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ എല്ലാവരെയും പോലെ എനിക്ക് അന്നേരം തന്നെ എന്തോ വിശ്വാസം, അന്നേരം തന്നെ ഒരു വിശ്വാസമായി. ഞാൻ പിന്നെ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. ഇവിടെ എല്ലാ ചൊവ്വാഴ്ച വരുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലും രാവിലെ കുടിക്കാതെ വീട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ എനിക്കും കുടിക്കാൻ തോന്നുമായിരുന്നു, പക്ഷേ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞാണ് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ആ ഉടമ്പടി എടുത്ത ആ മാസം തന്നെ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. അന്ന് അവിടെ വന്ന് എനിക്ക് അറിയത്തില്ല, പറയാനുള്ള സന്തോഷം എനിക്ക് അറിയത്തില്ല. പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ മാസവും ഇവിടെ വന്നില്ല. എൻ്റെ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഫാർമസിസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ലീവ് മാറ്റി വെക്കുന്നത് കൃപാസനത്തിലെ ആ ഒരു ധ്യാനത്തിൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിന് വേണ്ടി എൻ്റെ എല്ലാ ചൊവ്വാഴ്ച ലീവും ഞാൻ മാറ്റി എടുത്ത്. അതിങ്ങനെ ഒരു 3 മാസമായപ്പം ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ ദൈവമേ എൻ്റെ മാതാവേ ഞാൻ ഇത്രയും കാത്തിരുന്നു, പച്ചവെള്ളം പോലും കുടിക്കാതെ വ്രതം എടുത്താണ് എനിക്ക് കുഞ്ഞ് അമ്മ തരത്തില്ല എന്ന് ചോദിച്ചു. അതിന് മുമ്പ് സ്കാൻ ചെയ്ത് പറഞ്ഞു, അപ്പോഴാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോഴറിഞ്ഞത് ടിൻസാന്ന് പറഞ്ഞപ്പം ഒരെണ്ണം ട്യൂബിലും ഒരെണ്ണം യൂട്രസിലാണെന്ന് പറഞ്ഞു. അപ്പം രണ്ടിനും ഹാർട്ട് ബീറ്റ് ഒന്നും ആയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുട്ടയെ കുത്തി ഇവിടുത്തെ ആരാധന ഫോണിൽ കണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണം, നിനക്ക് തന്നത് അമ്മ മാതാവാണെങ്കിൽ നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആട്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ഒരെണ്ണം യൂട്രസിലാണ്, ഒരെണ്ണം ട്യൂബിലാണ്. അതിന് ആ യൂട്രസിലുള്ളതിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, ട്യൂബിലുള്ളതിന് ഹാർട്ട് ബീറ്റ് ഇല്ല. ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. തിയേറ്ററിൽ കയറ്റിയ ട്യൂബോടെ ഒരെണ്ണത്തിന് എടുത്ത് കളഞ്ഞിട്ട് മറ്റേനെ അവിടെ വെച്ച്. ഞാൻ പറഞ്ഞു മാതാവേ നിൻ്റെ എനിക്ക് പറഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ലീവില്ല, ഒരു മാസത്തിൽ ലീവുള്ള അത് നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുന്ന, എന്നെ നീ കൈവിടലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് 9 മാസം തികച്ച് ഇല്ലാത്ത ഇവൾ ഒരു മാസം 7,000 രൂപ 8,000 രൂപ മെഡിസിൻ വേണം, അതുമെല്ലാം മേടിച്ച് കൊടുത്ത് അങ്ങനെ കഴിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടായി. അവൾക്ക് ഞാൻ പേരിട്ടത് കൃപയെന്നാണ് പേരിട്ടത്. ഇവിടെ നിന്ന് കിട്ടിയുണ്ട്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എങ്കിലും ഈ അമ്മ ആരാന്നറിയോ, ഇവിടെ വന്നേക്കുന്ന മക്കളെ അമ്മ കണ്ണീരോടെ തിരിച്ചയക്കാൻ അയക്കത്തില്ല. ഞാൻ ഉറച്ച് പറയുന്നു, അറിയോ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഇവക്ക് പോലും അറിയത്തില്ല, ഈ ചേട്ടൻ്റെ വൈഫിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. ആ കൂട്ടത്തിൽ ഞാൻ അവർക്ക് ഒരു 8-9 വയസ്സുണ്ട് കൊച്ചിന്. അപ്പം ഒരു കുഞ്ഞുരെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം അവനും ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഞങ്ങളങ്ങനെ ഒട്ടും തുറന്നൊന്നും പറയാറില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലാവിച്ചു ആ പുള്ളിക്കാരിക്ക് പക്ഷേ ബ്രെയിനൊക്കെ ഒത്തിരി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകുന്ന ഇതുണ്ടാകുമെന്ന് വിചാരിച്ചതല്ല. ഈ കൂട്ടത്തിൽ ഞാനും വിചാരിച്ചത് എൻ്റെ ചേട്ടനൊരു കുഞ്ഞുണ്ടായാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച്
ആ കൂട്ടത്തിൽ അവനും അമ്മ കൊടുത്തു, ഒരാൺകുഞ്ഞിനെ അമ്മ കൊടുത്തു, മൂത്തതാണ്, രണ്ടാമതൊരു ആൺകുഞ്ഞിനെയും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പം അമ്മാതാവ് ഇത്രയൊക്കെ തന്നതല്ലേ, അമ്മാതാവ് ഇനിയിപ്പോൾ തരത്തില്ലായിരിക്കും, ഇനിയൊരു കുഞ്ഞിനെ എനിക്ക് ഒരു കൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതല്ലേ, ഇനിയിപ്പോൾ അമ്മാതാവ് തരുമല്ല. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കുഞ്ഞുകൂടി എനിക്കുണ്ട്, ഒരു പെൺകുഞ്ഞുകൂടി ഉണ്ട്. അങ്ങനെ അവൾക്ക് ഇപ്പോൾ 1 വയസ്സായി. എനിക്ക് സാക്ഷ്യം പറയാൻ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അങ്ങനെ അമ്മ ഒത്തിരി അനുഗ്രഹം തന്ന് അറിയോ. ഒരു കുഞ്ഞിനെ എടുക്കാൻ ആഗ്രഹിച്ച ഞാൻ ചില മിക്കവാറും 2 കൂടെ ചെന്ന് കഴിഞ്ഞാൽ 2 കയ്യിൽ കയറിയിരിക്കുന്നത്. എനിക്ക് പറയാൻ വല്ല സന്തോഷം എന്ന് അറിയാം. പരിശുദ്ധാമയ്ക്കും തിരുകുമാരനും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരന് ഒരു കോടി നന്ദി, നമസ്കാരങ്ങൾ. ഈ കൃപാസനത്തിരുന്ന മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും വെറുങ്ങയോടെ പോകത്തില്ല. അമ്മ നിങ്ങളെ വട്ടം പിടിക്കും, വടം തിരിയാൻ അനുവദിക്കത്തില്ലേ മക്കളെ, അറിയാമല്ലോ. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസനത്തിനെ പറ്റിയും അമ്മ മാതാവിനെ പറ്റിയും എനിക്ക് പറഞ്ഞു തന്നതും അമ്മയുടെ മഹത്വം അറിയിച്ചു തന്നതുമെല്ലാം മായ ചേച്ചിയാണ്. ചേച്ചി കഴിഞ്ഞ 2 വർഷമായിട്ട് പള്ളിയിൽ വരികയും അമ്മ മാതാവിൻ്റെ നല്ലൊരു ഡിവോട്ടിയും കൂടെയാണ്. ഞാൻ ചേച്ചി പറഞ്ഞറിഞ്ഞത് പ്രകാരം നവംബർ 2024 നവംബർ 22 ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരികയും ഉടമ്പടി എടുക്കുന്നതും ചെയ്യുന്നത്. എനിക്ക് പറയാൻ പോകുന്നത് അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഈ ഫെബ്രുവരി 22 ആകുമ്പോഴേ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കാനുള്ള സമയമാകുന്നുള്ളൂ. പക്ഷേ ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. ഒന്നാമതായി ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ന്യൂറോ ഇഷ്യൂസും ബാക്കി കുറച്ചേറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ ഈ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഹാളിൽ കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ചെസ്റ്റ് പെയിൻ വരാറുണ്ടായിരുന്നു. അത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെ SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റിന് ശേഷം ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളതായിട്ട്. സോ TMT ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തത് മുതൽ ഞാൻ അമ്മയ്ക്ക് ഉടമ്പടി തൈലം അമ്മയുടെ ദേഹത്തെ തേച്ച് നെഞ്ചത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ആൻജിയോഗ്രാമിന് കയറ്റി ഒരു 1 hourന് ശേഷം ഡോക്ടർ എന്നെയും എൻ്റെ ചേച്ചീനെയും ഡോക്ടറിൻ്റെ റൂമിനകത്ത് വിളിച്ചിട്ട്, അതായത് തിയേറ്ററിലല്ല, ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഹാർട്ടിനകത്തുള്ള ഇത് കാണിച്ചു തന്നു, അവരെന്താണ് ചെയ്തതെന്നുള്ളത്. അമ്മയുടെ അനുഗ്രഹവശാൽ ഡോക്ടർ സംശയിച്ച പോലെ യാതൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതും വെറും 30%. അത് ടാബ്ലറ്റിലൂടെ തന്നെ അത് ക്യൂർ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു, അത്രത്തോളം അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് പോവാതെ ആൻജിയോഗ്രാമിൽ തന്നെ അമ്മയ്ക്ക് ബ്ലോക്കില്ല, ഹാർട്ടിൽ ബ്ലോക്കില്ല എന്നുള്ളത് അറിയുകയും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്തത്. രണ്ടാമതായി ഞാൻ ഒരു IT എംപ്ലോയിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് UST ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് 2 years കഴിഞ്ഞു. സോ ഞാൻ പ്രോജക്റ്റിൽ നിന്ന് മാറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ വർഷവും 2 വർഷമേ ഒരു പ്രോജക്റ്റിൽ ഇരിക്കാൻ പാടുള്ളൂ. സോ ലേണിംഗ് പർപ്പസിനും എല്ലാത്തിനുമായിട്ട് നമ്മൾ പ്രോജക്റ്റ് മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ പ്രോജക്റ്റ് ചോദിച്ചിരുന്നു. പക്ഷേ പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞാൽ 30 ദിവസത്തെ സമയമേ HR തരുള്ളൂ. ആ 30 ദിവസം കൂടി നമ്മൾ അടുത്ത പ്രോജക്റ്റ് കണ്ടുപിടിക്കണം. ഇൻ കേസ് നമുക്ക് പ്രോജക്റ്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് റെസിഗ്നേഷൻ അല്ലാണ്ട് വേറൊരു വഴിയില്ല മുന്നിൽ. HR റിസൈൻ ചെയ്യാനായിട്ട് പറയും. റിസൈൻ ചെയ്താൽ ജോലിയില്ല, മാസം കിട്ടുന്നൊരു എമൗണ്ട് കൈ കിട്ടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ റെസ്യൂമേസ് അയച്ചു, മാനേജേഴ്സിന് റെസ്യൂമേസ് അയച്ചു, 2-3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എല്ലായിടത്തും എനിക്ക് റിജക്ഷൻ ആയിരുന്നു. ഞാൻ 8 വർഷമായി UST വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ, പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടി തന്നെ എനിക്ക് റിജക്ഷൻ ആയിരുന്നു. റെക്കമെൻഡേഷൻ വഴിയും പോയി റിജക്ഷനാണ് വന്നത്. അങ്ങനെ സൈബർ സെക്യൂരിറ്റി എന്നൊരു പ്രോജക്റ്റിലേക്ക് ഭയങ്കര പ്രിപ്പറേഷനിലൂടെ പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് റിജക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് കിട്ടി, സെക്കൻഡ് റൗണ്ട് റിജക്ഷനായി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് 8ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നാൽ ശംഖുമുഖം ബീച്ച് കടപ്പുറം കാണാം, നല്ലതായിട്ട് കാണാം.
അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് തകർന്ന് അടിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മയായിരുന്നു. ഞാൻ കടൽ നോക്കിയാണ് നിന്നത്. എനിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ, കാരണം ഞാൻ 21 വയസ്സ് മുതൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ, കാരണം ഈ മാസം കിട്ടുന്ന സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ടെൻഷൻ എന്നെ അലട്ടുകയും, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇടതുവശം എനിക്ക് തളർന്ന് നെഞ്ചിൻ്റെ ഒരു ഭാരം കാരണം എനിക്കൊരു വശം തളരുന്ന പോലെ എനിക്ക് തോന്നി, അത്രത്തോളം ഭാരമായി പോയി. അപ്പോൾ ഞാൻ കടൽ നോക്കി നിന്നപ്പോൾ എൻ്റെ അമ്മ മാതാവായിട്ടാണ് എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാക്കിയത്. ഈ സൈബർ സെക്യൂരിറ്റിക്ക് മുന്നേ ഞാൻ വേറൊരു റെസ്യൂമെ ഒരു മാനേജറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു, പക്ഷേ ഇൻ്റർവ്യൂ ആയിട്ടൊന്നും നടന്നിരുന്നില്ല. ആ മാനേജറിനെ പറ്റി എൻ്റെ മനസ്സിലൊരു ഒരു ഓർമ്മപ്പെടുത്തൽ തരികയും ഞാൻ പുള്ളിക്ക് മൈക്രോസോഫ്റ്റ് ടീംസിൽ മെസ്സേജ് ഇടുകയും, മെസ്സേജ് ഇട്ട ഉടനെ തന്നെ പുള്ളി 3rd ഫ്ലോറിലോട്ട് വരാൻ പറയുകയും, നോർമലി ഒരു പ്രോജക്റ്റിലോട്ട് നമ്മൾ കയറാൻ റിക്വസ്റ്റ് കൊടുത്താൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും നമുക്ക് ഇൻ്റർവ്യൂ റൗണ്ടിൽ. പക്ഷേ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും പുള്ളി എന്നോട് ചോദിച്ചില്ല, ഒരൊറ്റ ചോദ്യം പോലും. പകരം ഒരു കാര്യം മാത്രം, ശ്രീലക്ഷ്മിക്ക് VDI പഠിച്ചെടുക്കാൻ പറ്റുമോ? കാരണം ഈ പറഞ്ഞൊരു ഫീൽഡിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ ഈ പറയുന്ന മാനേജറിൻ്റെ കയ്യിലാണെങ്കിൽ ഇമെയിലാണെങ്കിൽ ഒരു ബഞ്ച് ഓഫ് എംപ്ലോയീസ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ എംപ്ലോയീസിൻ്റെ റെസ്യൂമേഴ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ ഇതിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ പുള്ളി ഒരൊറ്റ ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ, ശ്രീലക്ഷ്മി ഇതിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? 17th ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്, പഠിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, സോ യു ആർ സെലക്റ്റഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ മാനേജറിൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടത് അമ്മ മാതാവിനെയാണ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രത്തോളം എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു താഴെ ക്യാൻറ്റീനിൽ പോയി എനിക്ക് കോഫി വാങ്ങിത്തന്നു. ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പുള്ളിക്ക് ഏപ്രിലിന് ശേഷം സർവീസ് മാനേജ്മെൻറ്റിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്ട് തന്നെ എന്നെ ഇങ്ങോട്ട് പറയാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ IT ഫീൽഡെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട് എങ്കിലും IT ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരു സ്റ്റെപ്പ് കയറി പോകാനാണെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതൊന്നുമില്ലാണ്ട് ഒരു ഇൻ്റർവ്യൂ പോലും ഫേസ് ചെയ്യാണ്ട് എനിക്ക് ആ ഒരു പ്രോജക്റ്റ് അലൊക്കേഷൻ കിട്ടി. 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് അമ്മയോട് ഒരുപാട് നന്ദി എനിക്കുണ്ട്. എന്നും മരണം വരെയും ഞാൻ അമ്മയുടെ ഒരു ഡിവോട്ടി തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും നവംബർ 22-ാം തീയതി 2024 ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിൽ ആദ്യം വെച്ചൊരു നിയോഗമായിരുന്നു. ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു വളർത്തുനായ അല്ലേ എന്ന് തോന്നും, പക്ഷേ എനിക്ക് അവൻ വളർത്തുനായ മാത്രമായിരുന്നില്ല, എൻ്റെ ഒരു വീട്ടിലെ അംഗം, എൻ്റെ കുഞ്ഞിനെ പോലെ ആയിരുന്നു. അത്രയേറെ ആഗ്രഹിച്ച് ഷിറ്റ്സു ബ്രീഡിലുള്ളൊരു പട്ടിക്കുഞ്ഞിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് വെറും 43 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. 42 ദിവസമായിരുന്നു എൻ്റെ കൈ കിട്ടിയപ്പോൾ. 43-ാമത്തെ ദിവസം അവന് റാബീസ് വാക്സിനേഷനായിട്ട് ഒരാൾ പറഞ്ഞറിഞ്ഞ് ഒരു ഡോക്ടറിനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തുകയും അവന് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. ഇഞ്ചക്ഷൻ എടുത്ത് 2ൻ്റെ അന്ന് തൊട്ട് കുഞ്ഞ് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. എന്നെ സംബന്ധിച്ച് എൻ്റെ കൺമുന്നിലാണ് ആ കുഞ്ഞ്. എനിക്കവൻ വളർത്തുന്നായ എന്നുള്ളൊരു ജീവനാണ്. എൻ്റെ കൺമുന്നിൽ കിടന്നാണ് ആ കുഞ്ഞ് ഇഴഞ്ഞതും അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അവൻ ഇടന്നുകൊണ്ട് ചെയ്തതും ഞാൻ തന്നെയാണ് അവനെ ശുശ്രൂഷിച്ചതും എല്ലാം. പക്ഷേ പോകെ എനിക്ക് എല്ലാ വീട്ടുകാര്യങ്ങളും ജോലിയും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെയും അവൻ്റെ ഈ അവസ്ഥ കൺമുന്നിൽ സഹിക്കാൻ വയ്യാതെയും അവൻ ആഹാരം വരെ ഞാൻ വാരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഡോക്ടറെ ഒരു ഹോപ്പും പറഞ്ഞിരുന്നില്ല, ഒരു ഹോപ്പും. കാരണം മെഡിസിനോട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും കിടപ്പാണ്, സദാസമയം കിടപ്പാണ്. വല്ലപ്പോഴും ഒന്ന് ഇഴഞ്ഞ് ഇങ്ങ് നടന്നാലേ ആ ഇഴഞ്ഞ് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, കൺമുന്നിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് കുഞ്ഞിന്. ഡോക്ടർ പറഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല, വന്ന പോലെ തന്നെ. എന്നിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി കാണുമായിരുന്നു. അതിനുശേഷമാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന് നിയോഗം എടുത്തതും 1-ാമത്തെ നിയോഗം ഉടമ്പടി എടുത്തതും 1-ാമത്തെ നിയോഗമായിട്ട് അവൻ്റെ കാര്യമാണ് വെച്ചത്. കുഞ്ഞ് എത്രയും പെട്ടെന്ന് എണ്ണീറ്റ് നടക്കണേ അമ്മയെന്നുള്ളത്. നവംബർ 22-ാം തീയതി ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കിട്ടി. അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ നെറ്റിയിൽ തൈലം തേച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു.
അന്ന് രാത്രി ഞാൻ ഡോക്ടറിന് മെസ്സേജ് അയക്കുന്നു, ഡോക്ടർ അവൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു ഒരു മാറ്റവുമില്ല, പാരലൈസ് സ്റ്റേജ് തന്നെയാണെന്ന്. ഞാൻ ആർത്ത് വിളിച്ച് കരയായിരുന്നു. എനിക്കറിയില്ല കേൾക്കുന്നവരിതിൽ എങ്ങനെ എത്രത്തോളം അതിനകത്തെ ആ ഒരു സിവിയറിറ്റി മനസ്സിലാക്കും എന്നുള്ളത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു രൂപവും വാങ്ങിയിട്ടാണ് പോയത്. എൻ്റെ മുറിയിലാണ് ഞാൻ അത് വെച്ചേക്കുന്നതും. അതിന് മുന്നിൽ അലർത്ത് വിളിച്ച് ഞാൻ കരയായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം അമ്മയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ തിരിച്ചെത്തി. എൻ്റെ വാട്സാപ്പുള്ള ഫോണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ മെസ്സേജ് ആയിരുന്നു, ഐ ഹാവ് എ സർപ്രൈസ് ന്യൂസ് ഫോർ യു, പപ്പി ഈസ് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പട്ടിക്കുട്ടി നടന്നു, അവൻ ഓടുന്ന ഒരു വീഡിയോ എനിക്ക് ഡോക്ടർ അയച്ചു തന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എൻ്റെ കുഞ്ഞ് നടന്നു ഓടിക്കണ്ട, എൻ്റെ മുന്നിൽ ഇഴഞ്ഞുകൊണ്ട് നടന്ന എൻ്റെ കുഞ്ഞ് ഓടുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി തന്നെ ഞാൻ അവനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. ഇപ്പം മിടുക്കനാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടെന്ന് വന്നിരുന്നു. ഇത്രത്തോളം ഒരു മോശാവസ്ഥയിൽ അവൻ പോയിരുന്ന ഒരു കുഞ്ഞാണെന്ന് അവനെ കണ്ടാൽ പറയില്ല. അത്ര മിടുക്കനായിട്ട് അവൻ ഓടി നടക്കുന്നു. അതെല്ലാം എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരു രാത്രി ഞാൻ ആർത്ത് വിളിച്ച് കരഞ്ഞു. നേരം ഇരുട്ടി വെളുത്തപ്പോൾ അവനെ എനിക്ക് എണീപ്പിച്ച് ഓടി നടത്തി തന്നു. ഒരു ജീവനാണ് പട്ടിക്കുഞ്ഞ് എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് അവനൊരു ജീവനാണ്. കാരണം ഞാനും അറിഞ്ഞോ അറിയാതെ അവൻ അനുഭവിച്ച വിഷമത്തിന് ഞാനും ഒരു കാരണക്കാരിയാണ്. കാരണം നല്ലൊരു ഡോക്ടറാണോ എന്നോ അയാൾ നല്ലൊരു വെറ്ററിനറിയൻ ആണോ എന്നോ ഒന്നും ഞാൻ നോക്കിയില്ല. ഒരാൾ അറിഞ്ഞു, അയാളെ വീട്ടിൽ വിളിച്ചു, പൈസ കൊടുത്തു, അവന് ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു, കാരണം ആ കുഞ്ഞിൻ്റെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ അവൻ മിടുക്കനായിട്ട് ഓടി നടക്കുന്നു. ഒരു രാത്രി കൊണ്ട് എനിക്ക് അമ്മ കാണിച്ചെന്ന അമ്മയുടെ അത്ഭുതമാണ്. അപ്പോൾ അമ്മയുടെയും കർത്താവിൻ്റെയും വലിയൊരു അനുഗ്രഹം. അത്ഭുത കുഞ്ഞ്, എൻ്റെ മിറാക്കിൾ ബേബി എന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത്. എൻ്റെ മിറാക്കിൾ ബേബി തന്നെയാണ് അവൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫെബ്രുവരി 22-നാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസം. പക്ഷെ അതിന് മുന്നായിട്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ അമ്മനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ USTയിലെ ആനിവേഴ്സറി 1 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറി ഹൈക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ, കാരണം എത്രത്തോളം സാലറി കിട്ടിയാലും നമുക്ക് ഓരോ ചിലവുകൾ വന്നിട്ട് സേവിങ്സ് പാർട്ടിലോട്ട് വളരെ തുച്ഛമായൊരു എമൗണ്ടേ കിട്ടുള്ളൂ, ചിലപ്പോൾ കിട്ടാതെ ഉണ്ട്. അപ്പോൾ ഹൈക്ക് വരേണ്ട സമയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹൈക്ക് എനിക്ക് തരണേ, കാരണം സാലറി ഇൻക്രിമെൻറ്റ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സാലറി മെയിൽ വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തൊരു എമൗണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയും നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നെ അനുഗ്രഹിച്ചു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് ഈ ഒരു 1.5 മാസം ഉടമ്പടി 2 മാസം കാലാവസ്ഥയിൽ എനിക്ക് വരേണ്ടത്? അത്രത്തോളം എനിക്ക് സന്തോഷവും നന്ദിയും അമ്മയോട് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട് അമ്മയോടും തിരുകുമാരനോടും. പിന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ വെട്ടുകാട് പള്ളിയിലുണ്ട്. വെട്ടുകാട് പള്ളിയുണ്ട് ട്രിവാൻഡ്രത്ത്. അവിടെയുള്ള അമ്മമാർക്കും മാനസികമായിട്ട് വൈകല്യമുള്ള ആൾക്കാർക്കും ആഹാരം അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ കുക്കിങ്ങിൽ അത്ര പോരാ, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പാക്ക് ചെയ്യും, കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു ക്യാൻസർ കെയർ സെൻറ്ററിൽ അവരുടെ ഒരു ദിവസത്തെ ആഹാരത്തിനും ചിലവിനുള്ള ക്യാഷ് കൊടുത്തിരുന്നു. പിന്നെ അമ്മയുടെ കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ എൻ്റെ പട്ടിക്കുട്ടി എണ്ണീറ്റ് നടന്നു. അന്ന് തന്നെ ഞാൻ പോയിട്ട് ഡോക്ടറിന് ഇവിടുത്തെ പത്രം കൊടുത്തിരുന്നു, അമ്മയെ പറ്റി പറഞ്ഞിരുന്നു. ഡോക്ടറിനും കൊടുത്തിരുന്നു, നേഴ്സിനും കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് ചെയ്തതും. മത്തായി 11:28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശ്രീലക്ഷ്മി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായും 3 നിയോഗങ്ങൾ മകളുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലൊക്കെയും ഇങ്ങനെ ഗൗരവത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യത്തേത് അമ്മയുടെ ഗുരുതരമായ രോഗാവസ്ഥയാണ്. ആകെ രോഗത്തിൻ്റെ തീവ്രത കാരണം അമ്മ സിങ്കിങ് ആണോ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്താണ് ഏതവസ്ഥയിലേക്കാണ് പോകുന്നതെന്നറിയാതെ ക്ലേശിച്ച ദിവസങ്ങൾ. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, ഡോക്ടർമാർ പല അപകട സൂചനകളും പറയുമ്പോഴും പ്രത്യാശയോടുകൂടി
അമ്മ മാതാവ് ഈശോയിലൂടെ സൗഖ്യപ്പെടുത്തി സംരക്ഷിക്കുമെന്ന വലിയ ആശ്വാസത്തോടെയാണ് ആ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതും പറയുന്നുണ്ട്. ഡോക്ടർമാർ ഹൃദ്രോഗത്തിൻ്റെ എല്ലാ ഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ചികിത്സയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അതിൽ പോലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഒരു മരുന്ന് കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന സംരക്ഷണവും സൗഖ്യവും പതിയെ ആരോഗ്യം കൂടുതൽ വേഗതയിൽ കൂടുതൽ ആരോഗ്യത്തോടെ അമ്മ സാധാരണ നിലയിലേക്ക് വരുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അത് ഭാരം ലഘൂകരിക്കുന്ന പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് അത് എടുക്കാം. അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും ലൈറ്റ് വെയ്റ്റനിങ് നമ്മളോട് പറയാറുള്ളതാണ്. അമ്മയിൽ ആശ്രയിച്ച് വലിയ ഭാരങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവിലുള്ള ശരണപ്പെടൽ നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിച്ച് തരികയും ജീവിതത്തെ കുറേ കൂടി സന്തോഷത്തോടെ സാധാരണ നിലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ജീവിതത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തുന്നു. പ്രോജക്റ്റ് മാറണം, മറ്റൊന്നും ശരിയാവുന്നില്ല, കൊടുത്ത ഇടത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും മറുപടി കിട്ടുന്നില്ല. അപ്പോൾ അമ്മ മാതാവ് തന്നെ മകൾ പറയുന്നുണ്ട്, കടലിനെ നോക്കി അവളിങ്ങനെ ആകുലപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിഷങ്ങളിലാണ് മറ്റൊരു റെസ്യൂം കൊടുത്തതിനെക്കുറിച്ച് ആലോചന വരുന്നതും അങ്ങനെ പെട്ടെന്ന് വെറുതെ ഒരു ഹലോ വെച്ചുകൊണ്ട് ഒരു കാര്യം വെറുതെ ഒന്ന് തിരക്കുന്നത്, എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നത്. അത് ഏതാനും നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം അവിടുന്ന് ആ ഇൻറ്റിമേഷനായി മാറുകയും അവിടെ ചെല്ലുവാനായിട്ട് 3rd ഫ്ലോറിലേക്ക് ചെല്ലുവാനും അവിടെ ഇൻ്റർവ്യൂ ഒരു വാചകം കൊണ്ട് തീർന്നു. ഇത് നിനക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്, പഠിച്ചെടുക്കുവാനാകുമോ? ആകും എന്ന ഒറ്റ വാചകത്തിൽ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് വിട്ട ആ ഉടനടി പരിഹാരത്തിൻ്റെ പരിശുദ്ധമ്മയുടെ ഒരു കണ്ടൻ്റാണ് മകളുടെ ആ നിയോഗത്തിലൂടെ സാധിക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ കടലിന് മീതെയാണ്, വളരെ ആർത്തലച്ച തിരമാലകൾക്ക് മുകളിൽ അമ്മ മാതാവിനെ കാണുന്നവരുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. കടലെന്നും പ്രക്ഷുബ്ധതയുടെ ഒരു അടയാളമാണ്. ജീവിതം കലുഷിതമായി പ്രക്ഷുബ്ധമായി തീരുമ്പോൾ അതിൽ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണത്തിന് സാധിക്കുന്നുവെന്ന് മകൾക്ക് ആദ്യം ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതയെ കാണിക്കുന്നു. 2, അതിൽ തന്നെ എന്താണ് അതിനുള്ള വഴിയെന്ന് ഒരു സൂചന കൊടുക്കുന്നു. ആ സൂചന സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയോട് വെറുതെ ഒന്ന് ചോദിക്കുവാൻ വേണ്ടി അത് അമ്മ മാതാവിലൂടെ ലഭിക്കുന്ന സൂചനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദേശത്തെ അംഗീകരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള കാരണമായിത്തീരുന്നു. അതാണ് ആ 2ാമത്തെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. 3ാമത്തേത് നമ്മുടെ ഹൃദയത്തെ അല്പം കൂടി സ്പർശിച്ച ഒരു നായ്ക്കുട്ടിയുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. മകൾ പറയുന്നുണ്ട്, കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു നായ്ക്കുട്ടിയല്ലേ എന്ന് വിചാരിക്കാം. മകൾ ഏറ്റവും കൂടുതൽ ആ നായ്ക്കുട്ടിയുടെ സാക്ഷ്യത്തിൽ കുഞ്ഞ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സ്വന്തം കുഞ്ഞിനെ പോലെ അത്ര കണ്ട് സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരമ്മ മനസ്സ് നന്നായി നമുക്കതിൽ കാണുവാനാകും. അതിൽ വന്ന ഗൗരവമുള്ള ഒരു വാക്സിനേഷൻ ചെയ്തത് മാറിപ്പോയതാണ്. വാക്സിനേഷൻ ചെയ്തത് അപാകത ഉള്ളതുകൊണ്ടാണ് അത് പാരലൈസ്ഡ് ആയത്. പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് മെച്ചമൊന്നും വരുന്നില്ല. അവരെല്ലാവരും പ്രതീക്ഷ കൈവിടുമ്പോൾ അതാണ് ശരിക്കും ഓടിയെത്തി ഉടമ്പടി എടുക്കുവാൻ പോലും കാരണം. ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത് പോലും ഈ പപ്പിക്കുട്ടിക്ക് വേണ്ടിയാണ്. അതിനെ ഒന്ന് തിരികെ ആരോഗ്യത്തോടെ കിട്ടുവാനുള്ള ആഗ്രഹത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അത് അടുത്ത ദിവസം തന്നെ ചെന്ന് ഉടമ്പടി തൈലം പൂശി വിശ്വാസത്തോടെ അതിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ബോധ്യവും ആഴവുമാണ്. ഈ പപ്പിക്കുട്ടിയിൽ ഞാനിത് തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഇതിലിത് വർക്കൗട്ടാകുമോ, ഇത് ക്രാക്കാകുമോ എന്ന് അത് ആ ഓരോ വ്യക്തിയുടെ വിശ്വാസവും ബോധ്യവുമാണ്. അതാണ് കൃത്യമായിട്ട് മകളിവിടെ പങ്കുവെക്കുന്നത്. എനിക്ക് അമ്മയിൽ മാത്രമായിരുന്നു അപ്പോൾ ആശ്രയം, മരുന്നുകൊണ്ടൊന്നും ഇത് പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാനത് വിശ്വാസത്തോടെ ചെന്ന് പപ്പിക്കുട്ടിയുടെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് തിരികെ പോന്നു. സൗഖ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതേ ദിവസം രാത്രി ഡോക്ടറെ വിളിച്ച് ചോദിക്കുന്നത്, പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ? അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ല. രാത്രി വിളിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം അത് അമ്മ മാതാവ് ആ ഉടമ്പടി തൈലം ഞാൻ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലൂടെ പ്രവർത്തിക്കുമെന്ന ഉള്ളിലുള്ള ബോധ്യവും ഉറച്ച ശരണവുമാണ് അതിന് കാരണം. അടുത്ത ദിവസം അവൾ അറിയുന്നത് ഓടിച്ചാടി നടക്കുന്ന പട്ടിക്കുട്ടിയുടെ വീഡിയോയാണ്. പ്രിയമുള്ളവരെ, ഇത്
എത്ര കണ്ട് നമ്മൾ ജീവിതത്തെ സംശയമില്ലാതെ മാതൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കൈമാറുവാൻ അമ്മ കൂടെയുണ്ടെന്ന് നാം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവോ അതനുസരിച്ച് ഉടമ്പടി ക്രാക്കായിക്കൊണ്ടിരിക്കും. അത് ഏതാണ്ടൊരു 45-60 ദിവസം എത്തുന്ന ഉടമ്പടിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് സാലറി ഹൈക്കിനെ കുറിച്ച് മകൾ പറയുന്നതും മകളുടെ ജീവിതത്തിലേക്ക് ഭൗതിക നന്മകളെക്കാൾ ഉപരി ലഭിച്ച അമ്മ മാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരനുഭവം കൂടി പറയുന്നുണ്ട്. അത് അത്ര കണ്ട് എൻ്റെ അമ്മ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതൊരു ഗുണകരമായ മാറ്റം, ക്വാളിറ്റി ചേഞ്ച് കൊണ്ടുവരുവാൻ അമ്മ മാതാവിന് സാധിക്കുമെന്ന പ്രത്യാശയുള്ള വിശ്വാസമാണ് ജീവിതത്തെ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെയും ഒരു ക്വാളിറ്റി ചേഞ്ചിന് വേണ്ടി, ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർ കൈയൊടിയുമ്പോൾ അമ്മ മാതാവ് കൈപിടിക്കുമെന്ന പ്രത്യാശയോടുകൂടി വിശ്വാസത്തെ നയിക്കുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.